ഹലോ, നമ്മൾ ഇന്ന് സാരി കൊണ്ട് ചെയ്യാൻ പോകുന്ന ഈ അടിപൊളിയായിട്ടുള്ള ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് അളവെടുക്കുന്നത്. നമ്മുടെ തയ്ച്ചു വെച്ച ഒരു ഡ്രസ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് ലൈനിങ്ങിലേക്ക് അളവെടുക്കുന്ന ഒരു രീതിയാണ് ചെയ്തേക്കുന്നത്. ഷോർട്ട്സ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ആ ലൈനിങ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ലൈനിങ് ക്ലോത്ത് എങ്ങനെയാണോ കട്ട് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ സ്കേർട്ട് 2 പാർട്ടായിട്ടാണ് വേണ്ടത്, ഒരു വലുതും പിന്നെ താഴെയിൽ ഒരു ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറുതും. അതും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഫ്രണ്ട് നെക്കാണ് കേട്ടോ, സ്ക്വയർ നെക്കാണ്. അതുകൊണ്ട് തന്നെ പോയിൻറ്റിൻ്റെ ഭാഗത്തെത്തുമ്പം സൂചി ഒന്ന് കുത്തിയിട്ട് പ്രഷർ ഫൂട്ട് പൊക്കി ഇതുപോലെ ഒന്ന് കറക്കി എടുക്കുക. അതാകുമ്പോൾ നമുക്ക് പോയിൻ്റൊക്കെ നല്ല ഭംഗിയിൽ കിട്ടും. ഇനി ബാക്ക് നെക്കാണ് ചെയ്യുന്നത്. ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൻറ്ററിൽ നിന്ന് നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ പോയിൻ്റ് കുത്തിയിട്ടെടുക്കുക. എന്നാൽ മാത്രമേ സ്ക്വയർ നെക്ക് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഞാൻ സീം അലവൻസ് ഒന്നും കാണാത്ത രീതിയിൽ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മൾ ഡ്രസ്സ് എത്ര നീറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഷോൾഡർ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു നീറ്റ്നെസ് ഉണ്ടാവത്തില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നോക്കാം നെക്ക് വളവുണ്ടോ എല്ലാം ഒരുപോലെ അല്ലേന്ന്. പിന്നീട് നമ്മൾ വീണ്ടും നമ്മുടെ അളവ് ഡ്രസ്സ് എടുത്ത് ഈ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്കേർട്ട് പാർട്ടിലേക്ക് പോകാം. സ്കേർട്ട് പാർട്ട് ഇതേപോലെ ചുരുക്കി ഇടുക. അതിനുശേഷം താഴത്തെ ചെറിയ ഭാഗവും ഞാൻ അതുപോലെ തന്നെ ചുരുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം കൂടെ ലൈനിങ് ഉൾപ്പെടെ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഞാനിതാ മുന്താണിയുടെ ഭാഗമാണ് കേട്ടോ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ആം ഹോൾ വെച്ചിട്ട് സെയിം മെത്തേഡിലാണ് അളവെടുത്തിട്ടുള്ളത്. അങ്ങനെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്.